കേരളത്തിലെ ഓരോ വ്യക്തിയും രാഷ്ട്രീയ സാമൂഹ്യ ഭേദമന്യേ ആര് ചെന്നാലും അവർക്കൊക്കെ ചെയ്യാവുന്നതിലങ്ങേപ്പുറം ചെയ്തുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 3ാമത് ജനവാർഷികത്തിന് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങാണ് എനിക്കുള്ളത്. ഇത് വളരെ വലിയ പ്രത്യേകതയുള്ള ഒരു അനുസ്മരണമാണ്. നമ്മൾ ഇന്നലെ കേരളം മുഴുവൻ, കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാം വാർഡ് തലം മുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണങ്ങൾ നടത്തി, അദ്ദേഹത്തിന്റെ ചിത്രത്തില് പുഷ്പാർച്ചന നടത്തി, പുതുപ്പള്ളി വലിയ സമ്മേളനമൊക്കെ നടത്തി കേരളം മുഴുവൻ അനുസ്മരണങ്ങൾ, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്ന സമ്മേളനങ്ങളൊക്കെ നടന്നു. പക്ഷെ INDC സംബന്ധിച്ചിടത്തോളം INDCക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ. കേരളത്തിലെ ഒട്ടനവധി ട്രേഡ് യൂണിയൻ INDCയുടെ യൂണിയനുകളുടെ എല്ലാം നേതാവായിരിക്കുകയും കേരളത്തില് INDC പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ നല്ല നിലയിലുള്ള സംഭാവന ചെയ്ത വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ. ലക്ഷക്കണക്കിന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയായി, ആശയായി, ആവേശമായി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ നേതാവായി. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്കും നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്കും അദ്ദേഹത്തെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വാതിലുകൾ ഇവിടെ തുറന്നിട്ട് നിന്ന് അവര് എല്ലാ സഹായങ്ങളും നമുക്കിവിടെ ഒരുക്കുന്നു. നമ്മൾ അവർക്കൊരു ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു ഓർമ്മ ദിനത്തിൽ ഇവിടെ വന്ന് ഇവരോടൊപ്പം ഇരിക്കുവാനും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ, ഇവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയൊക്കെയുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതിൽ തിരക്ക് കൂട്ടണ്ടെന്ന് കരുതിയാണ് നമ്മൾ ഇന്ന് മാറ്റി പ്രത്യേകം പരിപാടി വെച്ചത്. നമ്മുടെ MLA ഇവിടെ സംബന്ധിക്കുന്നതാണ് പറയുന്നത്. ഇവിടുത്തെ INDCയുടെ ഉദയനാപുരം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വന്നാൽ ഇവിടെ ഒരു സ്വീകരണം നൽകാനുള്ള ഏർപ്പാടുകൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വിളിച്ചിങ്ങോട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. കല്ലറയിൽ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീകേടനും, അതുപോലെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ഗോപിച്ചേട്ടനും, അതുപോലെ പ്രവീണ്, അതുപോലെ INDCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെ ശശികുമാർ, റജി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ചേട്ടനും ശർമ്മയും അതുപോലെ ജോൺസൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഫിലിപ്പ് ജോസഫ് അവർകളാണ്. നമുക്കറിയാം ഈ ജില്ലയിൽ INDC പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് 24 മണിക്കൂർ, ഞാൻ എപ്പോഴും മീറ്റിംഗിൽ പറയുന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ കോട്ടയം ജില്ലയിൽ ഓടി നടക്കുന്ന നേതാവ്. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും മനസ്സിൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും, അല്ലെങ്കിൽ അവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ മനസ്സിൽ അവർ പ്രതീക്ഷിക്കുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയായിരുന്നു. ഒരു പക്ഷേ ഞായറാഴ്ച രാവിലെ പുതുപ്പള്ളിയിൽ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ലെങ്കിൽ വണ്ടിക്കൂലി തന്നു, ഭക്ഷണം കഴിക്കാൻ പൈസയില്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള പൈസയും മരുന്നിനുള്ള പൈസയും തന്നു, സ്നേഹത്തോടെ പറഞ്ഞു വിടുന്ന ഒരു സ്നേഹത്തിന്റെ മുഖമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിക്കുള്ളത് നമ്മൾ നോക്കണം. പ്രവർത്തകന്മാരുടെ ഒപ്പം കിടന്നുറങ്ങി പ്രവർത്തിച്ച് മുന്നോട്ട് പോയ, യാതൊരു സ്നേഹത്തിന് കുറവുമില്ലാതെ മുന്നോട്ട് പോയ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. സംസ്കാരം പുലർത്തുന്ന നേതാവെന്ന രീതിയിൽ എല്ലാ കാലത്തും INDC കേരളത്തിൽ തൊഴിലാളികളും ശ്രീ ഉമ്മൻചാണ്ടി സാറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
ഒരു സമ്പന്നമായ കുടുംബത്തിൽ കുമരകത്ത് വളരെ സാമ്പത്തികമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് പക്ഷേ എങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ട് സാധാരണക്കാരനായി ജീവിച്ച് കേരള സംസ്ഥാനം മുഴുവൻ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ വ്യത്യസ്ത സമൂഹത്തെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാസമ്പന്നരെയും സാധാരണക്കാരെയും എല്ലാം ഒരു മാലയിലെ മുത്തുകളിൽ പോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പിണക്കോ ഒരു വിദ്വേഷമോ ഇല്ലാതെ എളിമയുടെയും സത്യസന്ധതയുടെയും നീതിബോധത്തിന്റെയും പ്രതീകമായി 24 മണിക്കൂറിൽ 22 മണിക്കൂറിൽ ജോലി ചെയ്ത് ജീവിച്ച മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ഉന്നതനായ നേതാവിന്റെ ചരമ വാർഷികമാണ് നമ്മളിന്ന് ആചരിക്കുന്നത്. സമയത്തുടെയും അടക്കം മറ്റ് പോഷക സാധനങ്ങളുടെയും അടക്കം അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശ്രീ മനോജ് മച്ചാൻ ഇന്നത്തേക്ക് വെച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തിയിട്ട് വീണ്ടും ഇത്തവണ നടന്നു. ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം. ജനഹൃദയങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. എത്രയോ വികസന പദ്ധതികളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ വികസന പദ്ധതികളെല്ലാം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനും നടപ്പിലാക്കാനും സാധിച്ച ജനനേതാവാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്. പ്രത്യേകമായി റീജിയണൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനായ നമ്മുടെ MLA നമ്മള് വളരെ കാലം പ്രതീക്ഷിച്ച് നമ്മുടെ MLA ശ്രീ ബിൽമോനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളോട് പ്രത്യേകിച്ച് ജീവിതത്തിലെ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു അനുസ്മരണത്തോട് വളരെ തിരക്കടിയും അദ്ദേഹം ഓടിയെത്തി ഇതിൽ സംബന്ധിച്ചതിന് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. എന്നേക്കാൾ പ്രഗത്ഭനായ ഒരുത്തൻ കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വീതിഗതിക്ക് മാത്രം കടന്നു പോകാൻ ഞാൻ ഈ അവസരം വിജയിക്കുന്നു. കടന്നു പോന്നിട്ടുള്ള കൈവഴികളിലെല്ലാം വെള്ളി വെളിച്ചം വാരി വിതറി ജനാധിപത്യത്തിന്റെ കാവൽപടൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പടപ്പാട്ടുകാരൻ ശ്രീ ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ, അദ്ദേഹത്തിന്റെ ജനിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ശിരസും മനസ്സും നമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കമ്മിറ്റിക്ക് വേണ്ടി പ്രകാശ്, മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പൗലോസ്, മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രേമലാൽ, മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സുനിൽ, സമ്മേളനത്തില് ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തിന്റെ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഇരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആൾക്കാരും എന്നോടൊപ്പം രാവും പകലും നിന്ന് പ്രവർത്തിച്ച് വൈകത്തെ ഒരു UDFന്റെ പ്രതിനിധി വേണം എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് എനിക്ക് വൈക്കത്ത് വിജയിക്കാൻ കഴിഞ്ഞത്. അതിന് പ്രിയപ്പെട്ട INTUC-യുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാരോടുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും വൈക്കത്തെ വികസന പ്രവർത്തനത്തോടൊപ്പം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിന്റെ ജനനായകൻ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ നമ്മൾ നൽകുന്ന INTUC-യുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഭക്ഷണം നൽകുന്ന ആ പരിപാടിക്ക് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.
വേദനിക്കുന്നവരോടൊപ്പം, ആരും ആശ്രയിക്കാനില്ലാത്തവരോടൊപ്പം നമ്മളെല്ലാവരും ചേരുകയാണ്. അപ്പൊ ആ ചേരൽ ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ പിന്തുണയോടുകൂടി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഈ അവസരത്തിന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് നടപ്പാക്കിയ മഹാ വ്യക്തിത്വത്തെ ഉടമയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ കൂടുതൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കും, നാളെയും ജീവിക്കും. ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന പയ്യത്തിന്റെ ബഹുമാന്യനായ MLA ശ്രീ കെ വിമോൻ അവർക്ക് ഈ ചടങ്ങിൽ എത്തി പ്രഭാഷണം നടത്തിയതിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂടാതെ